ഹായ് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്കും മക്കൾക്കും തമ്മിൽ ഒരു മറ ആവശ്യമുണ്ട്. എത്രമാത്രം സ്നേഹവും വാത്സല്യവും സൗഹാർദ്ദവുമാണെങ്കിലും സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പോലെ മക്കളോട് സംസാരിച്ചാൽ മക്കൾ വഷളായി പോകും. വഷളത്വങ്ങളും ആഭാസതരങ്ങളും മക്കളെ പരിശീലിപ്പിക്കരുത്. സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന പ്രോമിയുടെയും ഭാര്യയുടെയും സംസാരം കേൾക്കുക. ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഇവന് 2 വയസ്സായപ്പോ പക്ഷെ ഞങ്ങൾക്കും ആഗ്രഹങ്ങള് വളരെ വഷളത്തരമല്ലേ പറയുന്നത്? ആഭാസകരമായ സംസാരമല്ല ഇത്? മക്കൾ അങ്ങനെ മാറ്റിക്കിടത്തുന്നത് നല്ലതാണ്. അവര് ഇൻഡിപെൻഡന്റ് ആവും. അതിലൊക്കെ പ്രാധാന്യം പിന്നെ നമുക്ക് അത് കഴിഞ്ഞ ഒരുപാട് സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും നമുക്ക്. അതെ, അത് ഇമ്പോർട്ടന്റ് ആണല്ലേ. മക്കളെ വഷളം ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടിയല്ലേ പറയുന്നത്? കൂടുതൽ മക്കളെ ഉണ്ടാക്കാന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് എന്നെ പ്രപ്പോസ് ചെയ്യുന്നത്. എനിക്ക് ഒട്ടും പറ്റില്ല. എനിക്ക് ആകെ അറിയാവുന്ന പണി അതാണ്. അബദ്ധവശാൽ പറഞ്ഞു പോകുന്നതല്ല, പ്ലാൻ ചെയ്ത കൂടിക്കാഴ്ചയാണ്, ഇന്റർവ്യൂ ആണ്. റൂമിൽ പോയാൽ മൂഡ് മാറിപ്പോകും. ആഭാസകരമായ സംസാരമല്ല ഇത്? ഞാനോ? ഞാൻ നിർത്തിയിട്ടില്ല. ഇവർ ക്രൈസ്തവരാണെന്നാണല്ലോ പറയപ്പെടുന്നത്. ക്രൈസ്തവ സഭയുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയിലൊക്കെ മക്കളെ വളർത്താൻ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും മതേതര കേരളത്തിൻ്റെ പൊതുവായ സാംസ്കാരിക മൂല്യമെങ്കിലും ഇവർ ഉയർത്തിപ്പിടിക്കേണ്ടേ? വളരെ വഷളത്തരമല്ലേ പറയുന്നത്? ആഭാസകരമായ സംസാരമല്ല ഇത്? മക്കൾക്കൊപ്പമാണെന്നുള്ള അവബോധമില്ലാഞ്ഞിട്ടല്ല. മക്കളെ എത്രമാത്രം സ്നേഹിച്ചാലും സുഹൃത്തുക്കൾ ഒന്നിച്ച് സംസാരിക്കുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചാൽ മക്കൾ വഷളായി പോകുമെന്ന് മാത്രമല്ല, മക്കളെ വഷളായിക്കൊള്ളട്ടെ എന്ന് ആഗ്രഹിച്ചല്ലേ പറയുന്നത്? മക്കളെ വഷളം ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടിയല്ലേ പറയുന്നത്? ഞങ്ങൾക്കും ആഗ്രഹങ്ങള്. ഈ വാക്കിന് ഉരുളക്കുപ്പരി എന്നതുപോലെ മകൻ സുഹൃത്തുക്കൾ എടുത്തിരിക്കുന്നു എന്ന രീതിയിൽ മകൻ മറുപടി കൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറയുന്നില്ല. പരിസരബോധമില്ലാതെ അറിയാതെ എങ്ങാനുമാണ് അപ്പൻ അങ്ങനെ വാക്ക് പറഞ്ഞു പോയതെങ്കിൽ സ്വാഭാവികമായും അമ്മ ഒന്ന് തട്ടിയിട്ട് മക്കളെടുത്തിരിക്കുന്നു, ഒന്ന് തട്ടിയിട്ട് വിഷയം മാറ്റിവിടണ്ടേ? ഇതങ്ങനെയല്ല. ഇത് പ്രോത്സാഹിപ്പിക്കുകയാണ്. അമ്മയും പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞങ്ങൾക്കുമില്ല ആഗ്രഹങ്ങൾ, ഒന്ന് അപ്പുറത്ത് പോയി കിടക്ക് എന്ന് പറഞ്ഞായിരിക്കില്ലേ ഓരോ ദിവസവും മക്കളെ ഉറങ്ങാൻ വിടുന്നത്? അപ്പോൾ മക്കളും അതേ വാക്ക് തിരിച്ചു പറയാൻ സാധ്യതയില്ലേ? അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതം എത്രമാത്രം വഷളത്തരമായിരിക്കും? സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഇവർ കേരളീയരുടെ സംസ്കാരത്തെ വളരെ വഷളാക്കുന്നുണ്ട്. കുട്ടികളും വൃത്തികേട് സെക്സും ഒക്കെ പറഞ്ഞ് മഹാവൃത്തികെട്ടവരെ വളർന്നു വരാൻ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളെയല്ലേ നമ്മളിപ്പോൾ കണ്ടത് ഇവിടെ. ഇത് കാണുന്ന സദസ്സിലോ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്ന് TV കാണുമ്പോൾ ഇതും കാണുന്നില്ലേ? അപ്പോൾ അവരുടെ സംസ്കാരവും അവരുടെ രീതിയും മാറി വരികയില്ലേ? ഇവരെയൊക്കെ സെലിബ്രിറ്റികളായതുകൊണ്ട് ഇവരെയൊക്കെ അനുകരിക്കുകയാണ് വേണ്ടത്. നമ്മൾ പഴയ രീതിയൊന്നുമല്ല, ഇവരെ പോലെ നമ്മൾ അപ്ഡേറ്റഡ് ആകണം എന്നല്ലേ പലർക്കും തോന്നുക. അങ്ങനെ നശിപ്പിക്കാൻ തന്നെയല്ലേ ഉദ്ദേശമില്ല. അബദ്ധവശാൽ പറഞ്ഞു പോകുന്നതല്ല, പ്ലാൻ ചെയ്ത കൂടിക്കാഴ്ചയാണ്, ഇന്റർവ്യൂ ആണ്. അപ്പോൾ എന്തൊക്കെ സംസാരിക്കണം, ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഇതുപോലെയൊക്കെയാണ് ഇവർ സംസാരിക്കുന്നതെങ്കിൽ ഇവരുടെ പൊതുവെ സാംസ്കാരിക നിലവാരം എന്താണ്? പ്രോമി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. അങ്കമാലി സ്ഥാനാർത്ഥിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അങ്കമാലി ടൗണിൽ വെച്ച് കണ്ടപ്പോൾ വോട്ട് ചോദിച്ചുകൊണ്ട് കൈ നീട്ടിക്കൊണ്ട് ഷെയ്ക്ക് ഹാൻഡിന് വന്നെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യാതെ കൈത്തട്ട് കളഞ്ഞു മാറി. കാരണം അറപ്പുളവാക്കുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം, ഇത് പോൺ വീഡിയോ ഒന്നും അല്ലല്ലോ എന്ന്. പോൺ വീഡിയോയിലാണ് അഭിനയിച്ചെങ്കിൽ തന്നെയും ഇത്ര വഷളാവില്ലായിരുന്നു. കാരണം എന്താ? അത് വഷളന്മാർ മാത്രം കാണുന്ന, ഒറ്റയ്ക്ക് കാണുന്ന ചില രംഗങ്ങളാണ്. ഇത് കുടുംബ സദസ്സിൽ എല്ലാവരും ഒന്നിച്ച് കാണുമ്പോൾ ഇവരും കുടുംബമായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ വളരെ ദുർമാതൃകയാണ്, ദുർമാർഗമാണ്. അതുകൊണ്ട് ഈ സംസ്കാരത്തെ വഷളാക്കരുത്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെ വഷളൻ സംസ്കാരമുള്ളത്, ക്രൈസ്തവ രാജ്യങ്ങളിൽ പോലും മഹാവഷളൻ സംസ്കാരമുള്ളത് ഇങ്ങനെയൊക്കെ കുടുംബത്തിൽ തന്നെ ഈ വൃത്തികേടുകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് വന്നതോടെയാണ്. പൊടുന്നനെ ഒറ്റ ദിവസം ഇടിമിന്നൽ പോലെ സംസ്കാരം വഷളായതല്ല. ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇത്തരം വഷളത്വം കുറേശ്ശെ വന്ന് അത് പടർന്നാണ് വെസ്റ്റേൺ കൺട്രീസിൽ ആകെ വഷളത്വമായത്. അതുകൊണ്ട് ഈ ഇന്ത്യയുടെ സംസ്കാരം, ഈ കേരളത്തിൻ്റെ സംസ്കാരം നശിപ്പിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് BJP പ്രവർത്തിക്കുന്നത്. BJP സാംസ്കാരിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് BJPക്കാരുടെ സപ്പോർട്ടുള്ള ഈ സ്ഥാനാർത്ഥി ആഭാസനാണ്. BJPക്കാർക്കും NDA മുന്നണിക്കും ഒരു ശാപമാണ്. ഇത്തരം ആഭാസന്മാരെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.